ഹലോ ഗൈസ്, അപ്പോൾ റിയൽമി അവരുടെ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസായ GT7 Pro 2-3 ദിവസം മുമ്പ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു. ഇത് ഒരു ഗ്യാപ്പിന് ശേഷം റിയൽമി അവരുടെ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. 2022 അവർ ഒരു GT2 Pro എന്നൊരു ഫോൺ ലോഞ്ച് ചെയ്തായിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് അവരുടെ പുതിയ ഫോൺ ലോഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫോണിനെ പറ്റി എനിക്കൊരു മിക്സഡ് ഒപ്പീനിയനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഫോൺ നിങ്ങൾ വാങ്ങണോ, എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയാം. ഓക്കെ, ആദ്യം നമുക്കിതിൻ്റെ സ്പെക്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, മെയിൻ ഹൈലൈറ്റ് വരുന്നതെന്ന് വെച്ചാൽ സ്നാപ്ഡ്രാഗൺ 8 Elite അറിയാമല്ലോ, കോൾകോമിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റാണ്. അപ്പോൾ ഇത് വെച്ചിറങ്ങുന്ന 8 Elite വെച്ചിറങ്ങുന്ന ഇന്ത്യയിൽ ഇറങ്ങുന്ന ആദ്യത്തെ ഫോണാണ് റിയൽമി GT7 Pro. ഓക്കെ, പിന്നെ ഇതിൻ്റെ ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നതെന്ന് വെച്ചാൽ 50 MB മെയിൻ സെൻസറുണ്ട്, പിന്നെ ഒരു 50 MB ടെലിഫോട്ടോ 3x ടെലിഫോട്ടോ പെരിസ്കോപ്പ് 3x പെരിസ്കോപ്പ് ലെൻസുണ്ട്. പിന്നെ ഏറ്റവും ഒരു ശോകം സംഭവം എന്ന് വെച്ചാൽ 8 MB അൾട്രാ വൈഡാണ് വരുന്നത്. പിന്നെ ഡിസ്പ്ലേ സ്പെക്സും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഭയങ്കര ബ്രൈറ്റ്നസ് നിറ്റ്സും കാര്യങ്ങളൊക്കെ അവർ തള്ളി മറിച്ചിട്ടുണ്ട്. അതിലൊന്നും വലിയ കാര്യമില്ല, പക്ഷേ ഡിസ്പ്ലേ സ്പെക്സ് അടിപൊളിയാണ്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി പുറം രാജ്യങ്ങളിൽ 6500 ആയിരുന്നു, പക്ഷേ ഇവിടെ എന്തോ സർട്ടിഫിക്കേഷൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് 5800 mAh ആണ് വരുന്നത്. പിന്നെ ഫാസ്റ്റ് ചാർജിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് തന്നെയുണ്ട്. പിന്നെ സോഫ്റ്റ്വെയർ അറിയാമല്ലോ, റിയൽമി ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അനിമേഷൻസും കാര്യങ്ങളൊക്കെ അവർ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഫോണിൻ്റെ പ്രൈസ് വരുന്നത് 2 വേരിയൻസ് ഉണ്ട്. 12256 പ്രൈസ് വരുന്നത് 60,000 രൂപയാണ്. പിന്നെ 1652 പ്രൈസ് വരുന്നത് 65,000 രൂപയാണ്. രണ്ടിലും ഒരു 3000 കാർഡ് ഡിസ്കൗണ്ട് നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഫോൺ പേഴ്സണലി ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഫോണിൻ്റെ സ്പെക്സൊക്കെ അത്യാവശ്യം ഓക്കെയാണ്, പക്ഷേ റിയൽമി ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് റിയൽമിയിൽ ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഏറ്റവും ഫസ്റ്റ് പ്രശ്നം എന്ന് വെച്ചാൽ ഇവരുടെ ക്യാമറ പ്രോസസ്സിംഗ് ആണ്. ക്യാമറ സ്പെക്സ് ആക്ച്വലി മെയിൻ ക്യാമറയും ടെലിഫോട്ടോ ക്യാമറയൊക്കെ നൈസാണ്, പക്ഷേ 8 MB ഒരു അൾട്രാ വൈഡ് അവർ ഇതിൻ്റെ ഇടയിൽ കയറ്റിയിട്ടുണ്ട്. അത് ഫുൾ വേസ്റ്റാണ്, മനസ്സിലായോ? നമുക്ക് ഡേ ലൈറ്റിൽ മാത്രം അത് കൊള്ളായിരിക്കും. പിന്നെ സെൽഫി ക്യാമറയും 16 MB ആണ്. അതിൽ 4K വീഡിയോ റെക്കോർഡിങ്ങോ ഒന്നും സപ്പോർട്ടില്ല, മനസ്സിലായോ? ഇതല്ല മെയിൻ പ്രശ്നം. റിയൽമിയുടെ പ്രധാന പ്രശ്നം അവരുടെ ക്യാമറ പ്രോസസ്സിംഗ് ആണ്. ഇപ്പോൾ വിവോയുടെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ അവർക്ക് സൈസുമായിട്ട് കൊളാബറേഷൻ ഉണ്ട്, അപ്പോൾ അവരുടെ ക്യാമറ അടിപൊളിയാണ്. പിന്നെ OnePlusന് ഹേസൽ ബ്ലാഡുമായിട്ട് അത് ചെറിയൊരു ഫ്ലോപ്പ് പാർട്ണർഷിപ്പ് ആണെങ്കിൽ അവരുടെ ക്യാമറ ഇമ്പ്രൂവ് ആവുന്നുണ്ട്. പിന്നെ ഷോമിക്ക് അറിയാമല്ലോ, ലൈക്കായിട്ട് പാർട്ണർഷിപ്പ് ഉണ്ട്. പിന്നെ ഐഫോൺ, സാംസങ് അവരുടെ ക്യാമറയൊക്കെ ട്രഡീഷണലി അത്യാവശ്യം നല്ലതാണ്, മനസ്സിലായി. ഇപ്പം വിവോ ഷോമിയൊക്കെ ബെറ്റർ ആണെങ്കിൽ പോലും അവരുടെ ക്യാമറാസ് നല്ലതാണ്, പക്ഷേ റിയൽമിയുടെ ക്യാമറ പ്രോസസ്സിങ് പണ്ട് തൊട്ടേ വീക്കാണ്. അപ്പോൾ ഈ ഫോണിൻ്റെ കുറച്ച് ക്യാമറ സാമ്പിൾസ് ഞാൻ ട്രാക്ക് ആൻഡ് ടെക് ഇംഗ്ലീഷിൻ്റെ വീഡിയോയിൽ കണ്ടായിരുന്നു, ഇർഷാദ് സാറിൻ്റെ വീഡിയോയിൽ കണ്ടായിരുന്നു. ഭയങ്കര ശോകമാണ്, ഭയങ്കര ആവറേജ് പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ക്യാമറ പെർഫോമൻസ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. വീഡിയോസും എനിക്ക് ആ ഒരു വീഡിയോയിൽ കണ്ടതിൽ ഭയങ്കര ആവറേജ് ആയിട്ടാണ് തോന്നിയത്. ഓക്കെ, അപ്പോൾ ഈ റേഞ്ചിൽ നമുക്ക് iPhone 15 അങ്ങനത്തെ ഫോൺസൊക്കെ കിട്ടും, നല്ല കിടിലം വീഡിയോ പെർഫോമൻസ് ആയിട്ടൊക്കെ വരുന്നത്. പിന്നെ ക്യാമറ ഫോട്ടോ സ്പെസിഫിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട് ഈ റിയൽമിയെക്കാളും ബെറ്റർ ആയിട്ട്. ഓക്കെ, അതിൽ ഇതിനേക്കാളും ബെറ്റർ അൾട്രാ വൈഡും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്, മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രശ്നം. സെക്കൻഡ് പ്രശ്നം എന്ന് വെച്ചാൽ റിയൽമിയുടെ അപ്ഡേറ്റിൻ്റെ പ്രശ്നമാണ്. ഇതിൽ അവർ കുറേ വർഷം അപ്ഡേറ്റ് ഒക്കെ പ്രോമിസ് ചെയ്യുന്നുണ്ട്, പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ അപ്ഡേറ്റിൻ്റെ ക്വാളിറ്റി ഭയങ്കര ശോകമാണ്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് തന്നെ കുറച്ച് പേർക്ക് ഇങ്ങനെ റിയൽമിയൊക്കെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കും പലരും പറയുന്ന പ്രശ്നം എന്ന് വെച്ചാൽ അപ്ഡേറ്റിന് ശേഷം ക്യാമറ ഡീഗ്രേഡ് ആവുന്നു, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട്, മനസ്സിലാവും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും പ്രൈസ് വിശ്വസിച്ച് റിയൽമിയിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇവരുടെ അപ്ഡേറ്റ്സിൻ്റെ ക്വാളിറ്റി ഇത്രയും പ്രശ്നമുണ്ട്. അതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ അവർ ചവർ പോലെയാണ് റിയൽമി ഫോൺ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഡിവൈസസിൻ്റെ അപ്ഡേറ്റിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളോ ഒന്നും അവർ നല്ല രീതിക്ക് നോക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഓക്കെ, അപ്പോൾ ഈ കാര്യത്തിൽ റിയൽമി കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവണം. ഞാനിപ്പോൾ റിയൽമി കംപ്ലീറ്റ് ക്രിട്ടിസൈസ് ചെയ്യുകയല്ല, പക്ഷേ അവരുടെ ഡിവൈസിൽ നമുക്ക് കുറച്ച് ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു ട്രസ്റ്റ് അവർ കുറച്ചുകൂടെ ക്വാളിറ്റി അപ്ഡേറ്റ്സ് ഒക്കെ കൊടുത്ത് ബിൽഡ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ പ്രൈസിങ്ങിൻ്റെ കാര്യമാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, കാർഡ് ഡിസ്കൗണ്ട് ഒക്കെ ചേർത്തത് 57 രൂപയ്ക്കാണ് കിട്ടുന്നത്. പക്ഷേ റിയൽമിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ അവർ കുറച്ച് മാസം കഴിയുമ്പോൾ പ്രൈസ് നല്ലപോലെ ഡ്രോപ്പ് ചെയ്യും. അവരുടെ മിക്ക ഫോൺസിലും അങ്ങനെയാണ് നടക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ അവരുടെ റിയൽമി നാർസോ 70 Pro എന്നൊരു ഫോൺ ഉണ്ടായിരുന്നു. അത് ഇറങ്ങിയത് 20 അണ്ടർ 20ക്ക് 90,000 സംതിങ്ങിന് ഇറങ്ങിയ ഫോണാണ്. കുറച്ച് കഴിയുമ്പോൾ സെയിലൊക്കെ വന്നപ്പോൾ ഒരു 15 രൂപയ്ക്കൊക്കെയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇവരുടെ പല ഫോൺസിനെയും പ്രൈസ് പെട്ടെന്ന് അങ്ങ് ഡ്രോപ്പ് പോകാം, മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഈ ഫോൺ നിങ്ങൾക്ക് അല്പമെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ പോലും എനിക്കിപ്പോൾ ഈ ഫോൺ സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇവരുടെ പ്രൈസിങ്
പെട്ടെന്ന് അങ്ങ് ഡ്രോപ്പ് ആകും റിയൽമിയുടെ. നമുക്ക് ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും. ചിലപ്പോൾ ഒരു 4-5 മാസം കഴിയുമ്പോൾ ഈ ഫോൺ ഒരു 40 റേഞ്ചിലൊക്കെ ആയിരിക്കും കിട്ടുന്നത്, നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഒരു ഫോണിന് ഫുൾ പ്രൈസിൽ വാങ്ങാൻ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് iQOO 13 വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇനിയിപ്പം ഡിസംബർ 3 iQOO 13 ഇറങ്ങുന്നുണ്ട്. അതിന് സ്നാപ്ഡ്രാഗൺ 8 കാര്യങ്ങളൊക്കെയാണ്. iQന് പിന്നെയും കുറച്ചുകൂടെ റിലയബിലിറ്റിയും കാര്യങ്ങളുണ്ട്, അപ്ഡേറ്റിൻ്റെ കാര്യത്തിലായാലും ക്യാമറ പ്രോസസ്സിങ്ങിൻ്റെ കാര്യത്തിലായാലും ഒക്കെ മനസ്സിലായി. പിന്നെ iQൻ്റെ പ്രൈസിങ്ങും റിയൽമിയുടെ അത്രയൊന്നും എന്തായാലും അവർ ഡ്രോപ്പ് ചെയ്യത്തില്ല. പക്ഷേ iQOO 13 കുറച്ച് ഡൗൺ ഗ്രേഡ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ iQOO 12 വെച്ച് നോക്കുമ്പോൾ അവരുടെ ആ വലിയ സൂം ലെൻസും 3x പെരിസ്കോപ്പൊക്കെ അവരെടുത്ത് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇതിനേക്കാളും കുറച്ചുകൂടെ റിലയബിൾ ആയിരിക്കും. പ്രൈസ് ഇതിനേക്കാളും കുറഞ്ഞു വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചീപ്പസ്റ്റ് ഒരു സ്നാപ്ഡ്രാഗൺ 8 ഫോൺ നോക്കുവാണെങ്കിൽ iQOO 13 വെയിറ്റ് ചെയ്യാനേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് അർജൻറ്റ് ഇല്ലെങ്കിൽ വേറെയും കുറേ ഫോൺസൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പം വിവോയുടെ X200 സീരീസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഓൾറെഡി ഒപ്പോയുടെ Find X8, അതിൽ Find X8 എനിക്ക് അത്യാവശ്യം നല്ല ഫോണായിട്ടാണ് തോന്നിയത്. ഇപ്പം നിങ്ങൾക്ക് എക്സ്ചേഞ്ചൊക്കെ ചേർത്ത് ആ ഒരു ഫോൺ ഒരു 50,000 റേഞ്ചിലൊക്കെ കിട്ടുവാണെങ്കിൽ അത് നല്ലൊരു ഓപ്ഷനാണ്. അതാണെങ്കിൽ ഈ റേഞ്ചിൽ iPhone 15 ഉണ്ട്, സാംസങ്ങിൻ്റെ S24 ഉണ്ട്. ഓക്കെ, അപ്പോഴങ്ങനെ കുറേ ഓപ്ഷൻസ് നമുക്കുണ്ട്. ഇനിയിപ്പോൾ OnePlus 13 വരുന്നുണ്ട്. ഓക്കെ, അപ്പോഴും നിങ്ങളിപ്പം ധൃതി പിടിച്ച് ഈ ഫോൺ വാങ്ങണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. റിയൽമിയുടെ കുറേ ഇഷ്യൂസും ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആ പ്രൈസ് ഡ്രോപ്പിൻ്റെ കാര്യമുണ്ട്. പിന്നെ വേറെയും കുറേ ഓപ്ഷൻസ് നമുക്ക് മാർക്കറ്റിലുണ്ട്, വേറെ കുറേ ഫോൺസ് വരാനുണ്ട്. ഓക്കെ, അപ്പോഴും വെയിറ്റ് ചെയ്യുക. ഈ ഫോൺ തൽക്കാലം നിങ്ങൾ എന്തായാലും വാങ്ങണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ ഈ ഫോണിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ പറയുക. നിങ്ങൾ ഏത് ഫോണിന് വേണ്ടിയാണ്, ഏത് അപ്കമിങ് ഫോണിന് വേണ്ടിയാണ് എക്സൈറ്റഡ് എന്നുള്ളത് കൂടെ കമൻറ്റിൽ പറയുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി മറ്റൊരു വീഡിയോ കാണാം. ബൈ ബൈ.